ഗുഡ് മോർണിംഗ്. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വെബിൽ കൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ക്ലാസിഫിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ ഓൺ ദ വെബ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് നമ്പർ 1, ഫസ്റ്റ് വൺ, വെബ് ബ്രൗസർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ അഥവാ ക്ലയൻറ്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷൻ. രണ്ടാമത് വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. അത് നമ്മൾ വെബിൽ കൂടെയുള്ള കമ്മ്യൂണിക്കേഷനെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഒന്നാമത്തത് ക്ലയൻറ്റ് സെർവർ മോഡലാണ്, കമ്മ്യൂണിക്കേഷനാണ്, ക്ലയൻറ്റ് ആൻഡ് സെർവർ കമ്മ്യൂണിക്കേഷൻ. രണ്ടാമത്തത് സെർവർ ടു സെർവർ, അതാണ് വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ എന്ന് രണ്ടായിട്ടാണ് നമ്മൾ ഈ കമ്മ്യൂണിക്കേഷനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ആദ്യത്തേത് ക്ലയൻറ്റ് സെർവർ മോഡലാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്ലയൻറ്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് ടു കമ്പോണൻറ്റ്സ്, നെയിംലി എ ക്ലയൻറ്റ് ആൻഡ് എ സെർവർ. അല്ലെങ്കിൽ ക്ലയൻറ്റ് നമ്മൾ ബ്രൗസർ എന്ന് പറയും, നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിലെ ബ്രൗസർ. എ ബ്രൗസർ ആൻഡ് എ സെർവർ. They are usually multiple clients in communication with a single server. ചിലപ്പോൾ നമ്മൾ ഒന്നിലധികം ക്ലയൻറ്റും ഒരു സെർവറുമാണ് ഉള്ളത്. ഈ മോഡലിൽ ക്ലയൻറ്റ് റിക്വസ്റ്റ് കൊടുക്കും, ആ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്ത് അത് വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്ത് അതിനുശേഷം സെർവർ പ്രോസസ്സ് ചെയ്ത് ആ റിക്വസ്റ്റിൽ നമ്മൾ പറയുന്നത് എന്താണോ നമുക്കത് റിട്ടേൺ ചെയ്യും. അതാണ് ക്ലയൻറ്റ് സെർവർ മോഡലിൻ്റെ ആർക്കിടെക്ചർ അല്ലെങ്കിൽ പ്രത്യേകത എന്ന് പറയുന്നത്. ഒന്നിലധികം ക്ലയൻറ്റ്സ് ഉണ്ടാകാം, ക്ലയൻറ്റ്സ് റിസോഴ്സ് ഒന്നും ഷെയർ ചെയ്യത്തില്ല, അത് റിക്വസ്റ്റാണ് കൊടുക്കുന്നത്. എവിടേക്ക്? സെർവറിലേക്ക്. സെർവർ ആ റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്ത് അതുമായിട്ടനുബന്ധിച്ച് ഡാറ്റ സെർവർ കാണും, ആപ്ലിക്കേഷൻ സെർവർ കാണും, അതെല്ലാം വെച്ച് പ്രോസസ്സ് ചെയ്തിട്ട് ആ റിക്വസ്റ്റ്, നമ്മൾ കൊടുത്ത റിക്വസ്റ്റ് നമുക്ക് തിരിച്ച് നമ്മുടെ ബ്രൗസറിലേക്ക് അല്ലെങ്കിൽ ക്ലയൻറ്റിലേക്ക് റിട്ടേൺ ചെയ്യും. അതാണ് അവിടെ നടക്കുന്ന പ്രോസസ്സിങ് എന്ന് പറയുന്നത്. ഇവിടെ അതിൻ്റെ ഫിഗറാണ്. അതേ ക്ലയൻറ്റ്സ്, 3 ക്ലയൻറ്റുകൾ, പലതരത്തിലുള്ള ക്ലയൻറ്റുകളെ കാണിച്ചിരിക്കുന്നു. മൊബൈലുണ്ട്, സിസ്റ്റം ഉണ്ട്. അങ്ങനെ ക്ലയൻറ്റ് അത് നെറ്റിൽ കൂടെ സെർവറുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഒന്നിലധികം ക്ലയൻറ്റ് വരാം, ഒരു സെർവറാണ്, ഈ സെർവറാണ് പ്രോസസ്സ് ചെയ്യുന്നത്. ഇത് റിക്വസ്റ്റാണ് കൊടുക്കുന്നത് ത്രൂ നെറ്റ് വഴി നമ്മൾ റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നു. ഈ സെർവർ റിസീവ് ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് തിരിച്ച് നമ്മുടെ സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ബ്രൗസറിലേക്ക് റിട്ടേൺ ചെയ്യും. അതാണ് അവിടുത്തെ ആ പ്രോസസ്സ്. സോ ക്ലയൻറ്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് 2 components, നെയിംലി എ ക്ലയൻറ്റ് ആൻഡ് എ സെർവർ. ഒരു ക്ലയൻറ്റും വേണം, മിനിമം ഒരു ക്ലയൻറ്റെങ്കിലും വേണം, ഒരു സെർവറും വേണം. They are usually multiple clients in communication with a single server. ഒന്നിലധികം ക്ലയൻറ്റുകൾ ഉണ്ടാകാം, നമ്മൾ കണ്ടതാണ്. The client send request to server and the server responds to the client request. അപ്പോൾ നമ്മൾ പറഞ്ഞു ക്ലയൻറ്റ് അതിനെ ഒന്നിനെയും പ്രോസസ്സ് ചെയ്ത് നമുക്ക് റിസൾട്ട് തരുന്നില്ല. അതിന് പകരം ക്ലയൻറ്റ് എന്ത് ചെയ്യും? നമ്മൾ ബ്രൗസറിൽ കൊടുക്കുന്ന റിക്വസ്റ്റ് എവിടേക്ക് സെൻഡ് ചെയ്യും? സെർവറിലേക്ക് സെൻഡ് ചെയ്ത് അവിടെ സെർവർ പ്രോസസ്സ് ചെയ്തിട്ട് സെർവറിൽ നിന്ന് നമുക്ക് തിരിച്ച് റെസ്പോണ്ട് ചെയ്ത് കിട്ടുന്ന റിക്വസ്റ്റ് ഔട്ട്പുട്ടിനെ ആര് ഡിസ്പ്ലേ ചെയ്യും? ക്ലയൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ബ്രൗസർ, ക്ലയൻറ്റിൻ്റെ ബ്രൗസർ ഡിസ്പ്ലേ ചെയ്യും. അതാണ് അതിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ രീതി. എ ക്ലയൻറ്റ് ഡസ് നോട്ട് ഷെയർ എനി ഓഫ് ഇറ്റ്സ് റിസോഴ്സസ്. ഞാൻ പറഞ്ഞു അതിൻ്റെ റിസോഴ്സ് ഒന്നും ഷെയർ ചെയ്യില്ല. ബട്ട് ഇറ്റ് സെൻഡ് എ റിക്വസ്റ്റ് ഓർ എ സർവീസ് ഫ്രം എ സെർവർ. അപ്പോൾ സെർവറിലേക്ക് റിക്വസ്റ്റ് സെൻഡ് ചെയ്യും, അത് പ്രോസസ്സ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സർവീസ് റിക്വസ്റ്റാണത്. ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ആകാം, എന്തെങ്കിലും സംതിങ് റിസൾട്ടുകളാകാം. അപ്പോൾ അത് റിക്വസ്റ്റ് കൊടുത്തു, സെർവർ അത് പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു തരും. നമ്മളിപ്പോൾ ഒരു ബാങ്കിങ് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഇതുപോലെയാണ്. നമ്മൾ ക്ലയൻറ്റാണ്, ബാങ്കിൻ്റെ സെർവർ അതെന്ത് ചെയ്യും? നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് തിരിച്ച് റിട്ടേൺ നമുക്ക്
തരും, ട്രാൻസാക്ഷൻ നടത്തും. അതുപോലെ എ ക്ലയൻറ്റ് ഡസ് നോട്ട് ഷെയർ എനി ഓഫ് ഇറ്റ്സ് റിസോഴ്സസ് ബട്ട് ഇറ്റ് റിക്വസ്റ്റ് content or service from a server. Clients therefore initiate a communication session with the server. ക്ലയൻ്റ് ആണ് എന്താണ് ഈ സെർവറുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. എന്നിട്ട് നമുക്കതിൽ കൂടെ എന്ത് തരും? റിസൾട്ട് റിട്ടേൺ ചെയ്യും. അതിന് എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ ക്ലയൻറ്റ് സെർവർ മോഡൽ എന്നൊക്കെ പറയും, ചെയ്യുന്നതാണ് ഇമെയിൽ, പിന്നെ www, വേൾഡ് വൈഡ് വെബ്, നെറ്റ്വർക്ക് പ്രിൻറ്റിംഗ് എക്സെട്ര. ഈ പറഞ്ഞൊക്കെ എക്സാമ്പിൾസാണ് എന്തിന്? ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചറിന് എക്സാമ്പിളാണ്. അപ്പോൾ ക്ലയൻറ്റ് എത്ര പവർഫുൾ സിസ്റ്റം ആകണമെന്ന് നിർബന്ധമില്ല, ഒരുപാട് ഫെസിലിറ്റി ഉണ്ടാകുന്ന സിസ്റ്റം ആകണമെന്ന് നിർബന്ധമില്ല. ബട്ട് സെർവർ എന്ന് പറഞ്ഞാൽ ഒരു പവർഫുൾ സിസ്റ്റം ആയിരിക്കും. അതിൽ നിന്ന് പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് നമുക്ക് തന്നെ നമ്മുടെ ബ്രൗസറിലേക്ക് റിട്ടേൺ ചെയ്യും. ഒരു ബാങ്കിങ് ട്രാൻസാക്ഷൻ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ്. പിന്നെ ബാങ്ക് കസ്റ്റമർ ആക്സസ് ഓൺലൈൻ ബാങ്കിങ് സർവീസ് വിത്ത് എ വെബ് ബ്രൗസർ. ആ വെബ് ബ്രൗസറാണ് ക്ലയൻറ്റ്. അതിൽ കൂടെ നമ്മൾ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷന് വേണ്ടി ഒരു ബാങ്കിലേക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു. നമ്മൾ ക്ലയൻ്റാണ്, നമുക്ക് എന്തെങ്കിലും ഒരു ട്രാൻസ്ഫർ നടത്തണം, അപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചെക്കിങ് നടത്തണം. അപ്പോൾ എന്താണ്, നമ്മൾ ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു, നമ്മുടെ ബ്രൗസറിൽ കൂടെ കൊടുക്കുന്നു. അതിനെ അതെന്ത് ചെയ്യും? അതിൻ്റെ ഡാറ്റാബേസ് സെർവർ ഉണ്ട്. അത് എന്ത് ചെയ്യും? The customer's login credentials may be stored in a database and the web server access the database server as a client. അപ്പോൾ നമ്മൾ കൊടുത്ത ഡാറ്റാസൊക്കെ വാലിഡ് ആണോ എന്ന് ഡാറ്റാബേസ് സെർവറിൽ ചെക്ക് ചെയ്തു. അത് ഒതൻറ്റിക്കേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ ബാങ്കിൻ്റെ സെർവറിലേക്ക് ആ റിക്വസ്റ്റ് കൊടുക്കും. An application server interprets the return data by applying the bank's business logic. ബാങ്കിൻ്റെ നിയമം അനുസരിച്ച് ആപ്ലിക്കേഷൻ സെർവർ എന്ത് ചെയ്യും? പ്രോസസ്സ് ചെയ്തിട്ട് ഈ ഡേറ്റയെ പ്രോസസ്സ് ചെയ്തിട്ട് അതിൻ്റെ വെബ് സെർവറിലേക്ക് ഔട്ട്പുട്ട് പ്ലേസ് ചെയ്യും. ആൻഡ് പ്രൊവൈഡ്സ് ദ ഔട്ട്പുട്ട് ടു ദ വെബ് സെർവർ. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ സെർവർ ഡാറ്റാ സെർവറിൽ നിന്ന് ഡാറ്റ റിസീവ് ചെയ്ത് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് ഏത് പ്രോസസ്സാണോ ബാങ്കിൻ്റെ ചെയ്യേണ്ട ട്രാൻസാക്ഷൻ ആണെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എന്ത് കൊടുക്കും? വെബ് സെർവറിലേക്ക് പാസ് ചെയ്യും. വെബ് സെർവർ റിട്ടേൺസ് ദ റിസൾട്ട് ടു ദ ക്ലയൻറ്റ് വെബ് ബ്രൗസർ ഫോർ ഡിസ്പ്ലേ. അപ്പോൾ ഈ വെബ് സെർവർ അതിനുശേഷം എന്ത് ചെയ്യും? ഈ റിസൾട്ടിനെ അതായത് ക്ലയൻറ്റിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വെബ് ബ്രൗസറിലേക്ക് റിട്ടേൺ ചെയ്യും. അപ്പോൾ സിമ്പിളാണ് ലോജിക്ക്. നമ്മൾ ക്ലയൻ്റാണ്, നമുക്ക് എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നടത്തണം, നമ്മൾ നമ്മുടെ ബാങ്കിലേക്ക് എന്ത് ചെയ്യും? നെറ്റ് ബാങ്കിങ് വഴി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്പ് വഴി, എന്തെങ്കിലും വഴി, മൊബൈൽ ആപ്പുകളോ ഏതെങ്കിലും വഴി നമ്മൾ എന്ത് ചെയ്യും? ബാങ്കിലേക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കും. അപ്പോൾ അത് വാലിഡായ ഒതൻറ്റിക്കേറ്റ് ചെയ്യും, വാലിഡായ യൂസറാണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ആ ഡാറ്റാബേസിൽ നമ്മളുടെ ഡാറ്റാസൊക്കെ ചെക്ക് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ സെർവർ ഇത് പ്രോസസ്സ് ചെയ്ത് എന്ത് ചെയ്യും? വെബ് സെർവറിലേക്ക് ഔട്ട്പുട്ട് പാസ് ചെയ്യും. അപ്പോൾ വെബ് സെർവർ ഫൈനലി ഇത് ഫൈനൽ പ്രോസസ്സിങ് കഴിഞ്ഞ് നമുക്ക് കിട്ടേണ്ട രൂപത്തിലേക്ക്, നമുക്ക് കിട്ടേണ്ട റിസൾട്ടിലേക്ക് നമ്മുടെ വെബ് ബ്രൗസറിലേക്ക് ക്ലയൻറ്റിലേക്ക് അത് റിട്ടേൺ ചെയ്യും. അപ്പോൾ നമുക്ക് ഫൈനലി നമുക്ക് എന്ത് പ്രോസസ്സാണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ റിസൾട്ട് നമുക്ക് നമ്മുടെ തന്നെ ബ്രൗസറിൽ നമ്മൾ റിക്വസ്റ്റ് കൊടുത്തെടുത്ത് തന്നെ തിരിച്ച് റിട്ടേൺ ചെയ്ത് കിട്ടും. മനസ്സിലായോ? അപ്പോൾ സെർവർ ബാങ്കിൻ്റെതാണ്, നമ്മൾ ക്ലയൻറ്റുമാണ്. അപ്പോൾ ഈ ക്ലയൻറ്റ് റിക്വസ്റ്റ് കൊടുക്കുന്നു, സെർവർ ബാങ്കിൻ്റെ സെർവർ പ്രോസസ്സ് ചെയ്യുന്നു. ആ ഡാറ്റാബേസ് സെർവർ ആകട്ടെ, ആപ്ലിക്കേഷൻ സെർവർ ആകട്ടെ, വെബ് സെർവർ ആകട്ടെ, അങ്ങനെ പല കാറ്റഗറി കൂടെ പാസ് ചെയ്ത് പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ റിസൾട്ട്
തിരിച്ച് നമ്മൾ ആവശ്യപ്പെട്ട പ്രോസസ്സ് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ബ്രൗസറിൽ റിട്ടേൺ ചെയ്ത് കിട്ടുന്നു. ഇതാണ് ക്ലയൻറ്റ് സെർവർ മോഡൽ എന്ന് പറയുന്നത്. In each step of the sequence of client server message exchange, a computer process a request and returns data. അതാണല്ലോ നമ്മൾ പറഞ്ഞത്. ക്ലയൻറ്റ് റിക്വസ്റ്റ് കൊടുക്കുന്നു, സെർവർ പ്രോസസ്സ് ചെയ്യുന്നു, എന്നിട്ട് റിസൾട്ട് റിട്ടേൺ ചെയ്യുന്നു. സിമ്പിളാണ് ലോജിക്. ദിസ് ഈസ് ദ റിക്വസ്റ്റ് റെസ്പോൺസ് മെസ്സേജിങ് പാറ്റേൺ. റിക്വസ്റ്റ് കൊടുക്കുന്നു ക്ലയൻറ്റ്, റെസ്പോൺസ് തിരിച്ച് കിട്ടുന്നു എവിടെ നിന്ന്? സെർവറിൽ നിന്ന്. ആ പാറ്റേണിലാണ്. When all the requests are met, the sequence is complete and the web browser presents the data to the customer. വെബ് ബ്രൗസർ അഥവാ ക്ലയൻറ്റിനെയാണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. ആ ബ്രൗസറിൽ കൂടെയാണല്ലോ നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്നത്. അപ്പം അത് തിരിച്ച് നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. അല്ലെങ്കിൽ നമ്മളൊരു മാർക്ക് ലിസ്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ DHSയിലേക്ക് നമ്മളൊരു നമ്മുടെ റിസൾട്ട് സെർച്ച് ചെയ്യുന്നു. അവിടെ ഇത് തന്നെയാണ്. നമ്മൾ രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു, നമ്മൾ വെബ്സൈറ്റ് എടുക്കുന്നു, രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം DHSയുടെ സൈറ്റ് നമ്മുടെ ബ്രൗസറിൽ സെർച്ച് ചെയ്യുന്നു. അവിടെ നിന്ന് ശേഷം നമ്മൾ സൈറ്റിൽ നമ്മുടെ എക്സാം ലിങ്ക് എടുക്കുന്നു, നമ്മുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു, സബ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് നമ്മൾ ക്ലയൻറ്റാണ്. ഇത് NICയുടെ സെർവറാണ്. അതിൻ്റെ വെബ് സെർവർ. അവിടുത്തെ സെർവറിൽ നമ്മുടെ സ്കൂളിൻ്റെ ഡാറ്റാബേസുകളുണ്ട്. ആ സ്കൂളിൻ്റെ ഡാറ്റാബേസിൽ നമ്മുടെ പർട്ടിക്കുലർ രജിസ്റ്റർ നമ്പർ ചെക്ക് ചെയ്യുന്നു. ചെക്ക് ചെയ്തിട്ട് നമ്മുടെ റിസൾട്ട് പ്രോസസ്സ് ചെയ്ത്, നമ്മൾ കൊടുത്ത റിസൾട്ടാണ് പ്രോസസ്സ് ചെയ്ത് നമുക്ക് തിരിച്ച് നമ്മുടെ സിസ്റ്റത്തിൽ, നമ്മുടെ ക്ലയൻറ്റ് നമ്മളാണ്. വെബ് ബ്രൗസറിൽ, നമ്മളെടുത്ത ബ്രൗസറിൽ നമുക്ക് ഫയർഫോക്സ് ആണെങ്കിൽ അവിടെ, അല്ലെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ ക്രോം ആണെങ്കിൽ അവിടെ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ ക്ലയൻറ്റാണ്, നമുക്ക് റിസൾട്ട് റിട്ടേൺ ചെയ്ത് കിട്ടുന്നു. വേണമെങ്കിൽ നമുക്കത് പ്രിൻ്റ് എടുക്കാം. അപ്പോൾ അതും എന്താണ്? ഒരു ക്ലയൻറ്റ് സെർവർ, അതായത് റിക്വസ്റ്റ് റെസ്പോൺസ് മെസ്സേജിങ് പാറ്റേൺ ആണ് അവിടെ ഫോളോ ചെയ്യുന്നത്. പിടികിട്ടിയല്ലോ എന്താണെന്ന് സംഗതി. ക്ലയൻറ്റ് സെർവർ എന്ന് പറയുന്നത്. മനസ്സിലായി? ഈ പിക്ചർ ഓർത്തിരുന്നാൽ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഇമേജ്, പിക്ചർ മനസ്സിലേക്ക് കിട്ടും എന്താ സംഭവം. അടുത്തത് വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. അതായത് സെർവർ ടു സെർവർ. നേരത്തേത് ക്ലയൻറ്റ് ടു സെർവർ ആയിരുന്നു. അപ്പോൾ ഇവിടെ ഒന്നിലധികം സെർവറുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ ഓൾസോ മേ ബി റിക്വയർഡ് ഇൻ സർട്ടൻ വെബ് ആപ്ലിക്കേഷൻ. വെബിൽ കൂടെയുള്ള കമ്മ്യൂണിക്കേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ ക്ലയൻറ്റും സെർവറും, ക്ലയൻറ്റ് സെർവർ. ഇത് സെർവർ ടു സെർവർ ആപ്ലിക്കേഷനാണ്, കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണ് ഒന്നിലധികം സെർവറുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ. ഇവിടെ നോക്കിയാൽ കാണാം എന്താണ്. ഇവിടെ ഒരു മർച്ചൻറ്റ് സെർവർ, ബാങ്കിൻ്റെ സെർവർ. നമ്മളൊരു ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുക. അപ്പം അവിടെ നമ്മുടെ ഓർഡർ നമ്മുടെ ബ്രൗസറിൽ നിന്ന് നമ്മുടെ കമ്പ്യൂട്ടറിൽ കൂടെ ഓർഡർ പ്ലേസ് ചെയ്യുകയാണ്, ഓർഡർ കൊടുക്കുകയാണ്. അപ്പോൾ അത് ആമസോൺ ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മർച്ചൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു സെർവറിലേക്കാകാം. അപ്പം ആ സെർവറിൽ നിന്ന് ഇവിടെ ഒരു സെർവറുണ്ട്, ബാങ്ക് പേയ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് ബാങ്കിൻ്റെ സെർവറും ഉണ്ട്. അപ്പോൾ അത് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, സെർവർ ടു സെർവർ കമ്മ്യൂണിക്കേഷൻ ത്രൂ അനദർ സെർവർ, ദാറ്റ് ഈസ് ഓൾസോ അനദർ സെർവർ. അത് പേയ്മെൻറ്റ് ഗേറ്റ് വേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ അതും ഡാറ്റാബേസ് സെർവർ, ആപ്ലിക്കേഷൻ സെർവറൊക്കെ വരും. അപ്പോൾ ആ ഒരു പ്രൊസീജിയറിനകത്ത് സെർവർ ടു സെർവർ കമ്മ്യൂണിക്കേഷൻ. അത് നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്തു. ആ ഓർഡർ നമ്മളെന്താണ് ഓതൻറ്റിക്കേറ്റ് ചെയ്തിട്ട് നമ്മുടെ മർച്ചൻറ്റ് സെർവർ ഈ പേയ്മെൻറ്റ് ഗേറ്റ് വേയിലേക്ക് റിക്വസ്റ്റ് കൊടുക്കും. അതിൽ കൂടെ ആ റിക്വസ്റ്റ് കൺഫേം ചെയ്ത് ബാങ്കിൻ്റെ സെർവറിൽ വന്ന് പേയ്മെൻറ്റ് നടത്തി കഴിയുമ്പോൾ എന്താണ് തിരിച്ച് ഈ
പേയ്മെൻറ്റ് ഗേറ്റ് വേ കൂടെ റിട്ടേൺ ചെയ്ത് നമുക്കതിൻ്റെ റെസ്പോൺസ് നമ്മുടെ സെർവറിൽ കിട്ടും. ഈ ഓർഡർ കൊടുക്കുമ്പോൾ നമ്മളെന്താണ് ഓർഡറിലുള്ള ക്വാണ്ടിറ്റി ഉണ്ടോ, ആ സാധനം ഉണ്ടോ എന്നൊക്കെയുള്ള ചെക്കിംഗ് ഒക്കെ വേണമല്ലോ. എൻ്റെ ഡാറ്റാബേസ് സെർവർ വരും. അത് കേട്ട് മർച്ചൻ്റ് നമ്മുടെ ഏത് സൈറ്റിലാണോ നമ്മൾ കൊടുക്കുന്നത് അവരിത് അതിൻ്റെ സെർവർ, ആമസോൺ ആണെങ്കിൽ അതിൻ്റെ സെർവർ, ഏത് സൈറ്റാണെങ്കിലും അതിൻ്റെ സെർവർ എന്ത് ചെയ്യും, ചെക്ക് ചെയ്ത് നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ അവർക്ക് ഉണ്ടെങ്കിൽ അത് ഇനിഷ്യേറ്റ് ചെയ്തിട്ട് നമുക്ക് പിന്നെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, പൈസ അടയ്ക്കുമല്ലേ നമ്മൾ ചെയ്യുന്നത്. ഓർഡറിൽ നമ്മൾ പറഞ്ഞ സാധനം അതിൻ്റെ ക്വാളിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ അതുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ പൈസ പ്രോസസ്സ് ചെയ്യണം. അപ്പോൾ ഈ പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്ന് പറഞ്ഞൊരു സെർവറിൽ കൂടെ കമ്മ്യൂണിക്കേഷൻ ഇനിഷ്യേറ്റ് ചെയ്തിട്ട് ബാങ്കിൻ്റെ സെർവറുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് ആ ബാങ്കിൻ്റെ സെർവറിൽ കൂടെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് നടത്തിയിട്ട് തിരിച്ച് പേയ്മെൻറ്റ് ഗേറ്റ് വേ കൂടെ തന്നെ അതിൻ്റെ റെസ്പോൺസ് ഈ മർച്ചൻ്റ് സെർവറിൽ കൂടെ നമ്മുടെ ബ്രൗസറിലേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഒന്നിലധികം സെർവേഴ്സിൻ്റെ കമ്മ്യൂണിക്കേഷനാണിത്. രണ്ടും വെബ് സെർവേഴ്സാണ്. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ ദ വെബ് സെർവർ ഓൺ ആൻ ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റ്, സെല്ലർ ഓർ മർച്ചൻറ്റ് ഓൺ ഇൻ്റർനെറ്റ്. അപ്പോൾ അവിടെ നമുക്ക് ഒരു ഷോപ്പിംഗ് വെബ്സൈറ്റും ഉണ്ട്, പിന്നെ നമ്മൾ ബാങ്കുമായിട്ട് ഇൻറ്ററാക്റ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ 2 സെർവർ വരുന്നത് അതുകൊണ്ടാണ്. നീഡ്സ് ടു സെൻഡ് എ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ടു എ ബാങ്ക് സെർവർ ആൻഡ് വൈസ് വേഴ്സ. നമ്മൾ ഓൺലൈൻ മണി ഡിഡക്റ്റ് ചെയ്യുന്നുണ്ട്, ഒപ്പം ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ട് അത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ആ ഓർഡറിലുള്ള സാധനം നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് നമുക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഇൻ സച്ച് എ കേസ് ദ വെബ് സെർവർ ഓഫ് ദി മർച്ചൻറ്റ് ആൻഡ് ദ ബാങ്ക് ആർ ടു ബി ഓതൻറ്റിക്കേറ്റഡ്. മർച്ചൻറ്റിൻ്റെ മർച്ചൻറ്റിൻ്റെ വെബ്സൈറ്റിലും ബാങ്കിൻ്റെ വെബ്സൈറ്റിലും നമുക്ക് ഓതൻറ്റിക്കേഷൻ നടത്തേണ്ടതുണ്ട്. ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഹെൽപ്പ് ടു വെരിഫൈ വെദർ ദ ഡേറ്റ റിസീവ്ഡ് ഈസ് ഫ്രം ആക്ച്വൽ സെർവർ ഇറ്റ് സെൽഫ്. അതിന് വേണ്ടിയിട്ടുള്ള പ്രോട്ടോകോൾസും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അതുവഴി നമ്മുടെ ഡേറ്റയൊക്കെ ഓതൻറ്റിക്കേറ്റ് ചെയ്യും, വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യും. വൺസ് ദ സെർവേഴ്സ് ആർ ഓതൻറ്റിക്കേറ്റഡ് ദ സെർവേഴ്സ് കമ്മ്യൂണിക്കേറ്റ് യൂസിങ് എൻക്രിപ്റ്റഡ് ഡേറ്റ. അതാണ് പേയ്മെൻറ്റ് ഗേറ്റ് വേയിൽ കൂടെ ഈ ഡേറ്റ എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ്, അതിനാണ് പേയ്മെൻറ്റ് ഗേറ്റ് വേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡേറ്റയെ നമ്മുടെ ഏത് സാധനമാണോ, നമുക്ക് ഏത് പ്രോഡക്റ്റാണോ വേണ്ടത് അതിനുള്ള റിക്വസ്റ്റാണ് നമ്മളൊരു സൈറ്റിൽ കൂടെ നമ്മളൊരു മർച്ചൻറ്റ് സെർവറിലേക്ക് കൊടുക്കുന്നത്. അത് വാലിഡ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് ഒതൻറ്റിക്കേഷൻ കഴിഞ്ഞിട്ട് ആ ഡേറ്റയെ എൻക്രിപ്റ്റഡ് ഫോമിലേക്കാക്കി പേയ്മെൻറ്റ് ഗേറ്റ് വേയിൽ കൂടെ. പേയ്മെൻറ്റ് ഗേറ്റ് വേ ഈസ് എ സെർവർ ദാറ്റ് ആക്ട് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ മർച്ചൻറ്റ് സെർവർ ആൻഡ് ദ ബാങ്ക് സെർവർ ആൻഡ് ട്രാൻസ്ഫേഴ്സ് മണി ഇൻ ആൻ എൻക്രിപ്റ്റഡ് ഫോർമാറ്റ്. അപ്പോൾ എൻക്രിപ്റ്റഡ് ഫോർമാറ്റിൽ ഡേറ്റയും മണിയും ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് പേയ്മെൻറ്റ് ഗേറ്റ് വേ. whenever an online payment money transfer is made. അപ്പം പേയ്മെൻറ്റ് നടക്കുമ്പോൾ മണിയെ എൻക്രിപ്റ്റഡ് ഫോർമാറ്റിലാക്കി ഈ പേയ്മെൻറ്റ് ഗേറ്റ് വേ കൂടെയാണ് ട്രാൻസാക്ഷൻ നടക്കുന്നത്. ആ ബാങ്ക് സെർവർ അപ്ഡേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മുടെ റിക്വസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിയുമ്പോൾ അത് തിരിച്ച് നമ്മുടെ ബ്രൗസറിലേക്ക്, നമ്മുടെ സിസ്റ്റത്തിലേക്ക്, നമ്മുടെ കയ്യിലേക്ക് ആ പ്രോഡക്റ്റ് കിട്ടുകയും അത് അപ്ഡേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. മനസ്സിലായി? അപ്പോൾ ഇവിടെ ഒന്നിലധികം സെർവറുകളുണ്ട്. ഓർഡർ പ്ലേസ് ചെയ്തു, ആ ഓർഡർ വാലിഡ് ആണോ എന്നും അവിടുത്തെ ഓർഡർ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് മർച്ചൻറ്റിൻ്റെ സെർവർ ടെസ്റ്റ് ചെയ്യും. അതിന് ശേഷം പേയ്മെൻറ്റ് ഗേറ്റ് വേയിൽ കൂടെ, പേയ്മെൻറ്റ് ഗേറ്റ് വേ ആണ് മണി എൻക്രിപ്റ്റഡ് ഫോർമാറ്റിലേക്ക്, ഡേറ്റകളെ എൻക്രിപ്റ്റഡ് ഫോർമാറ്റിലേക്ക് മാറ്റുന്നത്. അത് എൻക്രിപ്റ്റഡ് ഫോർമാറ്റിലാക്കിയിട്ട് ബാങ്ക് സെർവറിലേക്ക് റിക്വസ്റ്റ് കൺഫേം ചെയ്തയക്കും. ബാങ്ക് സെർവർ അത് പ്രോസസ്സ് ചെയ്തിട്ട് അതിൻ്റെ റെസ്പോൺസ് പേയ്മെൻറ്റ് ഗേറ്റ് വേയിൽ കൂടെ തന്നെ ഈ മർച്ചൻറ്റ് സെർവറിലെത്തി അവിടെ നിന്ന് നമുക്ക്
നമ്മുടെ ഓർഡർ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്ത് നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടും. അപ്പോൾ ഇവിടെ ഒന്നിലധികം സെർവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു സെർവർ വേറൊരു സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു വെബിലൂടെ. മനസ്സിലായി? അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ഉണ്ട്. ഒന്ന് ക്ലയൻറ്റും, ക്ലയൻറ്റിന് എന്താണ്, ക്ലയൻറ്റിന് റിസോഴ്സ് ഷെയറിംഗ് ഇല്ല, ക്ലയൻറ്റ് ഇറ്റ് സെൽഫ് അത് പ്രോസസ്സ് ചെയ്യുന്നില്ല. അതിന് പകരം ക്ലയൻറ്റ് റിക്വസ്റ്റ് കൊടുക്കുന്നു, എൻ്റെ ആ പ്രോസസ്സ് ചെയ്യുന്നത് സെർവറാണ്, ചേച്ചി റിക്വസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്തിട്ട് തിരിച്ച് ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യും. വെബ് സെർവർ ടു വെബ് സെർവർ ആകുമ്പോൾ ആ സെർവർ തന്നെ പ്രോസസ്സ് ചെയ്ത് അതിനുശേഷം അവിടുന്ന് ഈ സെർവറിന് തന്നെ ആ റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്തിട്ട് സാധനം നമുക്ക് ഷിപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മൾ പ്രോസസ്സ് ചെയ്താൽ മാത്രം പോരാ, മർച്ചൻറ്റ് സെർവർ മാത്രം പോരാ. അവിടെ ഷിപ്പിങ് നമുക്ക് ഷോപ്പിംഗ് ആണ് നമ്മൾ എടുത്തത്. അപ്പോൾ നമ്മുടെ സാധനം ഇങ്ങോട്ട് ഷിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പേ ചെയ്യണം. അപ്പോൾ വീണ്ടും ഒരു സെർവറുമായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ ബാങ്കിൻ്റെ സെർവറും കൂടെ അവിടെ വരും. അപ്പോൾ ആ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാലേ നമ്മുടെ മർച്ചൻറ്റ് സെർവറിന് നമ്മൾ ആവശ്യപ്പെട്ട സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് ഷിപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഓരോ പ്രോസസ്സും നമുക്ക് കാണാനും പറ്റും. അപ്പോൾ നമ്മൾ അവിടെ ഒന്നിലധികം സെർവർ തമ്മിൽ, ബാങ്കിൻ്റെ സെർവറും മർച്ചൻറ്റിൻ്റെ സെർവർ, രണ്ട് സെർവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വരുന്നു. അത് ഒരു വെബ് സെർവർ ടു സെർവർ ഇൻറ്ററാക്ഷൻ കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ആണ്. അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷനും വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷനുമാണ്. സിമ്പിളാണ്, കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ നമുക്ക് വെബ് സെർവറിനെ കുറിച്ചുള്ളതാണ്, പിന്നെ സോഫ്റ്റ്വെയർ പോർട്ടിനെ കുറിച്ചുള്ളതാണ്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.